ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക്, ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക്, ലൈവ് നോട്ടിഫിക്കേഷൻസുകൾക്ക് തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്, അതുപോലെ തന്നെ വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ്, കൂടുതൽ ജില്ലകൾക്ക് അവധി ഉണ്ടോ എന്നൊക്കെ, അവധി പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. ഏറ്റവും ആദ്യം തന്നെ ഇപ്പോൾ വന്ന അവധി അറിയിപ്പ് നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇടുക്കി ജില്ലയിൽ ഇതിനോടകം കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല, അതല്ലാതെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇത് പ്രധാനമായും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ഇത് കൂടാതെ തന്നെ ഇന്ന് പാലക്കാട്, വയനാട് ജില്ലകളിലും ഇത്തരത്തിൽ മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പറയുന്നത് പോലെ, കമന്റ് ചെയ്യുന്ന പോലെ തന്നെ വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് വയനാട്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെല്ലാം നല്ല മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നാളത്തെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ 3 ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് ഉണ്ട്. ഇതിൽ വയനാടും അതുപോലെ തന്നെ മലപ്പുറം ഒക്കെ പെടും. അപ്പോൾ നിലവിൽ കേരളത്തിൽ 14 ജില്ലകളിലും ഇത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിലവിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചാലാണ് അത് ഒഫീഷ്യലായിട്ടാകുന്നത്. അല്ലാതെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ അല്ലാതെ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകളോ ഒരിക്കലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനോ, ഇത്തരത്തിൽ യൂട്യൂബേഴ്സ് ഞാനിപ്പോൾ വന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതാത് കളക്ടർമാരുടെ ഫേസ്ബുക്കിൽ പോയി നോക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് അത് എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ഇടുക്കി ജില്ലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെയും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം, വയനാട്, മലപ്പുറം ജില്ലകളിലെല്ലാം അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം അവിടെ പെയ്യുന്ന മഴയുടെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കമന്റുകളിൽ ഞാനും കണ്ടു, തോടുകൾ, പുഴകൾ എല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്, മരങ്ങൾ വീഴുകയാണ്, നാളെ സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പല സ്ഥലത്തും എന്നൊക്കെ. ഓക്കെ, എന്തായാലും നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത് എന്താണ് യഥാർത്ഥ സാഹചര്യം എന്ന്. അതോടൊപ്പം ഏറ്റവും പുതിയ അവധി അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. തൽക്കാലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.